ഹായ് സീരീസിലെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വളരെ മാജിക്കൽ ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. നമ്മളിപ്പോൾ ദുബായ് 2020 എക്സ്പോൻ്റെ ആ ഒരു ലൊക്കേഷനിലാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് കൺട്രീസിൻ്റെ പെവിലിയോൺ ഉണ്ട്, അതേപോലെ അതിൽ തന്നെ ഓരോരോ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എല്ലാ കൺട്രിയും വിസിറ്റ് ചെയ്യാൻ ഒരു ദിവസത്തിൽ പറ്റില്ല, എന്നാലും കുറച്ച് കൺട്രീസൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഞങ്ങളുടെ ചാനലിനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ കൂടുതൽ ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പാർക്കിംഗ് ചെയ്തിട്ട് വന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എക്സ്പോൻ്റെ ബസ് വരും സസ്റ്റൈനബിലിറ്റി ഗേറ്റിൽ പോകാൻ. നമ്മളിപ്പോൾ സസ്റ്റൈനബിലിറ്റി ഗേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബസ് വരും. അപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ കയറിയിട്ട് അവിടെ പോവാം. 2020 നടത്താനിരുന്ന ഈ ഒരു എക്സ്പോ വന്നിട്ട് കോവിഡ് കാരണം മാറ്റിവെച്ച് 2021 മാറ്റി. ഇനി അങ്ങോട്ട് ഇപ്പോൾ സെപ്റ്റംബർ തൊട്ട് അവർ ഇത് ഇനോഗ്രേറ്റ് ചെയ്തു. ടിൽ നെക്സ്റ്റ് ഇയർ 2022 മാർച്ച് വരെയാണ് ഈ എക്സ്പോ ഉണ്ടാവുക. കണക്റ്റിംഗ് മൈൻഡ്സ് ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ ടുഗെദർ എന്നാണ് ഈ ഒരു എക്സ്പോൻ്റെ ലോഗോ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഇന്നോവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഓരോ കൺട്രിയിലും പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് സസ്റ്റൈനബിലിറ്റി സെൻറ്ററിലേക്കാണ് പോകാൻ പോകുന്നത്. അതിൽ കുറേ കൺട്രീസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പോയി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. മുന്നിൽ തന്നെ സൂപ്പറായിട്ട് ഒരു ഫ്രെയിം പോലെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്പോൻ്റെ മാപ്പ് ഒന്ന് എടുത്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതാ എക്സ്പോ മാപ്പ്. എക്സ്പോൻ്റെ ഉള്ളിൽ പോകാൻ നമ്മൾക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ഇല്ലെങ്കിൽ PCR ടെസ്റ്റിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. 72 hours ബിഫോറിലുള്ള ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് എക്സ്പോൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും. എക്സ്പോൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫുൾ സെക്യൂർഡ് ആയിട്ടാണ് അവർ കയറ്റുന്നത്. എല്ലാം ഫുൾ ചെക്കിങ്ങും ടിക്കറ്റ്സും അതേപോലെ നമ്മുടെ ബാഗേജും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ പവലിയൻ്റെ ഉള്ളിലെത്തി. ഇതൊക്കെയാണ് കുറേ പവലിയൻസ് ഉണ്ട്. നമുക്ക് സെലക്റ്റീവ് ആയിട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 190 മോർ കൺട്രീസ് ഉണ്ട് ഇവിടെ ഈ ഒരു പവലിയോണിൽ തന്നെ. അതിൽ തന്നെ നമ്മളിപ്പോൾ വരികയാണെങ്കിൽ തന്നെ ഒരു 1 week or 2 weeks തന്നെ വേണ്ടി വരും കുറച്ചൊന്ന് നന്നായി എല്ലാ കൺട്രിയും കാണാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു 1 day സെലക്റ്റീവായിട്ടുള്ള ഒരു ബെസ്റ്റ് കൺട്രീസൊക്കെയാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ബെസ്റ്റ് പവലിയോൺസ് ഉണ്ട് അതൊക്കെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. പിന്നെ അവിടുത്തെ ഓരോ ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, അവിടുത്തെ കൾച്ചർ ഇതൊക്കെ കാണാൻ പറ്റും. അവരുടെ ട്രഡീഷൻസ്, അങ്ങനെ ഓരോ കൺട്രീൻ്റെയും ഹിസ്റ്ററി, ഫ്യൂച്ചർ എല്ലാം ഓരോ പവലിയോണിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എക്സ്പോൻ്റെ ഫുൾ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. ഇത് ഇവിടുത്തെ ഒഫീഷ്യൽ സ്റ്റോഴ്സ് ആണ്. നമുക്കിവിടെ എക്സ്പോയിൽ കയറണമെങ്കിൽ അവിടെ ഒരു പാസ്പോർട്ട് തരും, ഒരു സുവിനിയർ പോലെ. അപ്പോൾ ഏതൊക്കെ പവലിയൻസ് പോകണോ ആ പാസ്പോർട്ട് നമുക്ക് അവിടെ സീൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ. അപ്പോൾ നമ്മൾക്ക് ആ പാസ്പോർട്ട് മേടിച്ചിട്ട് പോവാം. 23 dirhams ആണ് ഒരു പാസ്പോർട്ടിന് അവർ ചാർജ് ചെയ്യണത്. ഹലോ, ഇതാണ് എക്സ്പോ പാസ്പോർട്ട്. അപ്പോൾ എല്ലാ പവലിയൻസ് പോകുമ്പോഴും നമുക്ക് ഈ എക്സ്പോ പാസ്പോർട്ടിൽ ഒരു സീൽ മേടിക്കാം. അപ്പോൾ നമുക്ക് ആ കൺട്രീസൊക്കെ കവർ ചെയ്തു എന്നാണിത്. നമുക്കൊരു സുവീനിയർ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു എക്സ്പോ അവർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഓരോ പെറ്റൽസാണ് ഓരോ കൺട്രീസായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കൺട്രീസ് തന്നെ ഓരോ ഡിസ്ട്രിക്ട്സും ഉണ്ട്. സസ്റ്റൈനബിലിറ്റി, ഓപ്പർച്യൂണിറ്റി, മൊബിലിറ്റി പറഞ്ഞ 3 ഡിസ്ട്രിക്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിലാണ് പോകുന്നത്. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ വളരെ ഇന്നോവേറ്റീവ് ആൻഡ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ഒക്കെ ഉള്ള ഒരു പവലിയോണാണ് ഈ സസ്റ്റൈനബിലിറ്റി പവലിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളുടെ ഫസ്റ്റ് പവലിയൻ സിംഗപ്പൂർ പവലിയനാണ് പോകുന്നത്. ഒരു റെയിൻ ഫോറസ്റ്റ് സെറ്റപ്പിലാണ് ഈ ഒരു സിംഗപ്പൂർ പവലിയൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ ട്രീസും ഒരു ഫോറസ്റ്റ് സെറ്റപ്പിലല്ല വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ സിംഗപ്പൂർ പവലിയോണിൽ അവർ മെയിനായി ഉദ്ദേശിക്കുന്നത് എങ്ങനെ നേച്ചറുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ഒരു ഇന്നോവേഷനാണ് അവരിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിംഗപ്പൂർ പവലിയോൺ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കാണാം. സിംഗപ്പൂർ എന്നൊരു ഗാർഡൻ സിറ്റി നേച്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് നമ്മളിവിടെ കാണുന്നതൊക്കെ. എങ്ങനെ ഒരു നേച്ചറിൻ്റെ ഉള്ളിൽ
ക്ലോസ് ടു നേച്ചർ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് ഈ ഒരു പവലിയോണിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാവിടെയും ഇങ്ങനെ ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കുറേ പോട്ടഡ് പ്ലാന്റ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഡിപ്റ്റെറോ കാർപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടാണ്. 1000 years ഒക്കെ ലീവ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സിംഗപ്പൂർ പവലിയോണിൽ തന്നെ സിംഗപ്പൂരിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കിട്ടും. സിംഗപ്പൂർ ഫ്രൈഡ് റൈസ്, അവിടുത്തെ കോഫി എല്ലാം ഉണ്ട്. പവലിയൻസ് കഴിഞ്ഞ വെച്ചാൽ എങ്ങനെ നമുക്ക് പാസ്പോർട്ട് കൊടുത്ത് വെച്ചാൽ താങ്ക് യു. നമ്മുടെ എക്സ്പോൻ്റെ ലോഗോ തന്നെ കണ്ടുകഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പ്രത്യേകതരം ഡിസൈനാണ്. അതിവിടെ UAE-ലുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് എടുത്ത ഒരു റിങ്ങിൻ്റെ ആ ഒരു ഡിസൈനിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 3000-4000 വർഷം പഴക്കമുള്ള ഒരു ആർട്ടിഫാക്റ്റാണ് ഈ ഒരു റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈനിലാണ് എക്സ്പോൻ്റെ ലോഗോ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഡിഫറെൻ്റ് ആയൊരു കോൺസെപ്റ്റാണ്. എക്സ്പോയിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, അതേപോലെ അവരുടെ കൾച്ചർ, ട്രഡീഷൻ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതുകൂടാതെ തന്നെ മ്യൂസിക് ഷോസ്, ഓരോ കൺട്രീൻ്റെ പ്രത്യേകതയുള്ള ട്രഡീഷണൽ ഡാൻസ്, അതൊക്കെ നമുക്ക് ഈ ഒരു എക്സ്പോ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശരിക്കും നമ്മൾ മിസ് ചെയ്യാനേ പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പവലിയോൺസ് ഒക്കെ പോയി കാണാം. കാരണം നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. ഒരു ദിവസം കൊണ്ട് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് പരന്നിങ്ങനെ കിടക്കുകയാണ്. കുറേ കൺട്രീസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പോയി കാണാം അവിടെ വന്നു കഴിഞ്ഞാൽ. അടുത്ത് നമ്മൾ ഇറ്റാലിയിലേക്കാണ് പോകുന്നത്. ഇറ്റാലി പവലിയോണിലേക്കാണ് പോകുന്നത്. ഇറ്റാലി പവലിയോണിൻ്റെ ആർക്കിടെക്ചറെ വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു ബോട്ട് തിരിച്ചിട്ട പോലെയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ഉള്ളത്. പിന്നെ ഇവിടെ എല്ലാം ഇവിടെ ചുറ്റുമുള്ള ഒരു കർട്ടൻസ് എല്ലാം റോപ്സ് ആണ്. ഈ റോപ്പുകളെല്ലാം തന്നെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവരുടെ മെയിൻ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കുറയ്ക്കുക. അതായത് റീസൈക്കിൾഡ് ഐറ്റംസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പല കൺസ്ട്രക്ഷനും യൂസ് ചെയ്തത് ഇതുപോലത്തെ ഓരോ വേസ്റ്റ് മെറ്റീരിയൽസും അതേപോലെ കോഫി ഗ്രൗണ്ടും ഓറഞ്ച് പീലൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഓരോ കൺസ്ട്രക്ഷനിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ ഇറ്റാലി പവലിയോണിലുള്ള തിയേറ്റർ ഓഫ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള റൂമാണ്. ഇവിടെയാണ് മൈക്കലാഞ്ചലോൻ്റെ ഫേമസ് ആയിട്ടുള്ള ഡേവിഡ് സ്റ്റാച്യു ഉള്ളത്. ഇതൊരു 3D പ്രിന്റഡ് മോഡലാണ്. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു ഇറ്റാലി പവലിയോണിൻ്റേത്. അപ്പോൾ ദുബായ് എക്സ്പോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇറ്റാലി പവലിയോൺ മിസ് ചെയ്യാനേ പാടില്ല. അങ്ങനെ നമ്മൾ 2 പവലിയൻ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് പോകാൻ പോണത്. സോ എക്സൈറ്റഡ് അല്ലേ അഞ്ജു? ഇന്ത്യൻ പവലിയൻ എങ്ങനെ കാണും? സോ എക്സൈറ്റഡ്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിപ്പോൾ ഇന്ത്യൻ പവലിയോണിൽ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം കണ്ടറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഇതുവരെ കുറച്ച് ആൾക്കാരായിട്ടേ ഉള്ളു കേട്ടിട്ടുള്ളൂ തോന്നുന്നു. വെൽക്കം ടു ഇന്ത്യ. പോകുന്നത് നമ്മുടെ സ്പേസ് റിലേറ്റഡ് ഇന്നോവേഷൻസിലേക്കാണ്. നമ്മളുടെ ISRO. വാവ്, സൂപ്പർ അല്ലേ അഞ്ജു? ഒന്നേ ചെയ്തിട്ടുണ്ടല്ലോ. ആ, നല്ല കൂളിംഗ് ഉണ്ട് ഇന്ത്യൻ പവലിയനിൽ. നമ്മൾ ഈ യോഗാസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. വെൽക്കം, നമസ്തേ. ഇന്ത്യൻ പവലിയൻ ഫുൾ ഒരു ലൈവ്ലി ആയിട്ടുണ്ട്. മ്യൂസിക്കും അതേപോലെ ലൈറ്റ്സും. ബിക്കോസ് നമ്മുടെ പവലിയൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ലൊരു അടിപൊളി ഫീലിംഗ് ഉണ്ട്. നന്നായിട്ടുണ്ട് കാണാനായിട്ട്. 4 ഫ്ലോറാണ് ഇന്ത്യൻ പവലിയോണിലുള്ളത്. അതിലൊന്നിൽ ഫുൾ നമ്മുടെ സ്പേസ് അച്ചീവ്മെൻറ്റ്സ് അങ്ങനത്തെ, പിന്നെ ട്രഡീഷണൽ കൾച്ചറൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളാണ്. ഹലോ. ഇന്ത്യൻ പവലിയൻ അത്രയും ഒരു ലൈവ്ലി ആയിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ അഞ്ജു ഇന്ത്യൻ പവലിയൻ? പുലികൾ
നമ്മുടെ പുലികളി അത് നമ്മുടെ മോഹിനിയാട്ടം, ഇതാ കഥകളി അവിടെ ഉണ്ടായിരുന്നു. ഇതാ സൂപ്പർ സൂപ്പർ സൂപ്പർ. നന്നായിട്ടുണ്ടല്ലേ? സൂപ്പറായിട്ടുണ്ട് ഇന്ത്യൻ പവലിയൻ. അവര് നമ്മളുടെ കൾച്ചറൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ലേ. പിന്നെ ആ ഒരു ഡിസ്പ്ലേ തന്നെ ചെയ്തത് ഡിസ്പ്ലേ നന്നായിട്ടുണ്ട്. ഫുൾ സൈഡ് ഒരു 360 ഡിസ്പ്ലേ പോലെ ഫുള്ളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് കണ്ട പവലിയൻ്റെ നമുക്ക് ഇന്ത്യൻ പവലിയൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഓപ്പണായിട്ട് ഇന്ത്യനായിട്ട് പറയല്ല, ശരിക്കും നന്നായിട്ടുണ്ട്. ആ ഒരു ഇന്നോവേഷനായിട്ടും ആ ഒരു എന്താ പറയുക എല്ലാ ഡീറ്റെയിൽസും ഇന്ത്യയിൽ അത്ര കൾച്ചർ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയ ഒരു പവലിയനാണ്. എന്തായാലും മസ്റ്റ് വിസിറ്റ് പവലിയനാണ്. സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയില്ല, അത്ര നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ചെയ്തിരിക്കുന്നത്. നൈസ്. ഇത് ബാബ്സ് ഹിന്ദു മന്ദിർ എന്ന് പറഞ്ഞിട്ട് അബുദാബിയിൽ വരാൻ പോകുന്ന കൺസ്ട്രക്ഷൻ നടന്നിട്ടിരിക്കുന്ന ഒരു ടെമ്പിളാണ് അബുദാബിയിൽ. വാവ്, സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നമുക്ക് അവിടെ കാണുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു. പിന്നെ ഇത് നമ്മളുടെ അബുദാബിയിൽ വരുന്ന ഒരു മന്ദിർ, കൺസ്ട്രക്ഷൻ പോയിട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ പവലിയൻ കണ്ടു കഴിഞ്ഞു. നമുക്കിനി വേറെ പവലിയൻസ് പോകാനായിരുന്നു. അടുത്ത പവലിയൻസ് പോകാം. ഇനി കുറേ നമ്മൾ വന്ന് ബെസ്റ്റ് പവലിയൻസ് ആണ് കാണിക്കണമെന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ബെസ്റ്റ് പവലിയൻസ് ഒക്കെയാണ് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു പവലിയൻസ് ഒക്കെ എന്തായാലും ട്രൈ ചെയ്യേണ്ട പവലിയൻസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പവലിയൻസും. ഇത് DP വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഇന്നോവേഷൻ റിലേറ്റഡ് ഒരു പവലിയനാണ്. SpaceXന് റോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ US പവലിയൻ ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവിടേക്ക് പോകാം. ദുബായ് എക്സ്പോന്റെ ട്രേഡ് പാർട്ട്ണർ കൂടിയായ DP വേൾഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്യൂച്ചർ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറേ ഫ്യൂച്ചർ ടെക്നോളജീസ്, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയൊക്കെ മാറും എന്നുള്ളതാണ് ഇവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. വെർജിൻ ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയും ബോക്സ് ഡേ എന്ന് പറഞ്ഞ കമ്പനിയും കൂടെ ചേർന്ന് ഒരു കമേഴ്ഷ്യൽ പോഡ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഗുഡ്സ് ഒക്കെ ഫാക്ടറിയിൽ നിന്ന് ഒരു യൂസറിൻ്റെ അടുത്ത് എത്ര പെട്ടെന്ന് എത്തിക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എക്സിബിഷനിൽ കാണുന്നത്. അപ്പോൾ ഹൈപ്പർ ലൂപ്പിൽ തന്നെ നമുക്കൊരു കമേഴ്ഷ്യൽ പോഡ് പോലെ തന്നെ ഒരു പാസഞ്ചർ പോഡും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇരുന്ന് എങ്ങനെയായിരിക്കും നമ്മൾ ഫ്യൂച്ചറിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത് അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ DP വേൾഡിൽ ഒരു വാട്ടർഫോൾ ഷോ ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. നമ്മളിപ്പോൾ USA പവലിയനിലേക്ക് പോകാൻ പോണത്. എന്ത് രസത്തിലാണ് അവൻ്റെ പവലിയൻ ഉള്ളത്. ഉള്ളിൽ പോയി കാണാം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പവലിയനിൽ. നമ്മൾ US പവലിയൻ്റെ ഉള്ളിൽ പോകാൻ പോണ നല്ലൊരു ലോഗോ തന്നെ US പവലിയൻ്റെ മുന്നിലുണ്ട്. ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലേ? ഇതാരാന്നറിയോ അഞ്ചു? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയത്. വായിച്ചു നോക്കാൻ അറിയാം. ശരി, ഇതാരാന്ന് പറഞ്ഞു നോക്കട്ടെ. ആരാണ്? ടെലിഫോൺ കണ്ടുപിടിച്ച നമ്മുടെ സ്വന്തം ഗ്രഹാം. ഓക്കെ, ഫസ്റ്റ് ടെലിഫോണാണത്. സ്റ്റീവ് ജോബ്സ് അയാൾക്ക് കണ്ടുപിടിച്ച ഫസ്റ്റ് ഐഫോൺ അവിടെ വെച്ചിട്ടുണ്ട് അവര്. prosthetic on Ashwin's color. I saw how much joy it brought my life. This could be a really positive opportunity for other എങ്ങനെയുണ്ട് അഞ്ചു US പവലിയൻ? നന്നായിട്ടുണ്ടല്ലേ?
ഇത് നാസയുടെ മാർസ് റോവറിന്റെ ഒരു റെപ്ലിക്കയാണ്. അപ്പോൾ ഇത് മാർസിൽ നിന്നുള്ള റോക്ക് സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ ലൈഫ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു റോവറാണ്. ഇവിടെ ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ മൂണിൽ നിന്ന് കൊണ്ടുവന്ന ഒരു 3.8 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ഉള്ള ഒരു റോക്ക് സാമ്പിൾ ഉണ്ട്. അപ്പോൾ അത് ടച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഇവിടെ കിട്ടും. അത്രയും ഓൾഡസ്റ്റ് റോക്ക് സാമ്പിൾ ആണത്. സ്പേസ് എക്സിന്റെ റോക്കറ്റ്, എലോൺ മസ്ക്, ടെസ്ല ഓണറിന്റെ സ്പേസ് എക്സ് കമ്പനി. ഈവനിങ് ആകുമ്പോഴാണ് നമ്മുടെ ഈ എക്സ്പോ ലൈവ്ലി ആവണമെങ്കിൽ ആ ഒരു ലൈറ്റ് എഫക്ട്സ് ഒക്കെ ഇനി തുടങ്ങുമ്പോഴാണ് ഈവനിങ് ആകുമ്പോൾ തന്നെ ആൾക്കാർ കൂടിയില്ലേ, കുറച്ച് നല്ല റഷായി. ഇത് കസ്കിസ്ഥാൻ്റെ പവിലിയനാണ്. ഇത് നന്നായിട്ട് അമേസിങ് സ്ട്രക്ചർ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ആർക്കിടെക്ചർ സൂപ്പറായിട്ടുണ്ട്. അവിടെ വാ, അവിടെ നിന്ന് നോക്ക്, ഒരു റോബോട്ട്. ഹായ്. Excuse me, please get away from me. എന്താണ്? Hi, how are you? I am good. I am Opti Expo mascot. Where is the German pavilion in Expo 2020? How many girls in Eswatini who complete primary school continue to the next grade in 2016? The answer is more than 95%. Thank you. Bye. ഇത് എമിറേറ്റ്സിൻ്റെ ഒരു പവലിയൻ. അവർ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസും, എമിറേറ്റ്സ് വന്നിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എയർലൈൻസ് തന്നെയല്ലേ എൻജോ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ എമിറേറ്റ്സ് പവലിയൻ. ഇവിടെ ഈ എക്സ്പോ 2020 വരുന്ന ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ വരികയാണെങ്കിൽ ഇവിടെ ഈ എക്സ്പോ രാവിലെ 2 മണി വരെ ഉണ്ട്. 10 മണിക്കാണ് തുറക്കുക. 10 മണി തൊട്ട് രാവിലെ 2 മണി വരെയാണ് ഇവിടെ കുറേ ഇവൻറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാവും ആ ടൈമിൽ. അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി 12 മണി വരെ എക്സ്പോ ഓപ്പൺ ആയിരിക്കും. എക്സ്പോ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. അത് നിങ്ങളൊരു ദുബായ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറേ പേര് ഇപ്പോൾ എക്സ്പോ കാണാനായിട്ട് തന്നെ വരുന്നുണ്ട്. ചോ പല ഇത് നമ്മൾ കണ്ടില്ലേ, എത്ര എയർപോർട്ടിലൊക്കെ എന്ത് റഷായിരുന്നു എന്ന്. ഇങ്ങനെ എക്സ്പോന് വേണ്ടി കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവരവരുടെ കൺട്രി പവിലിയൻസ് കാണാനും അതൊക്കെ വരുന്നുണ്ട്. ഇത് സൗദി അറേബ്യൻ്റെ പവിലിയൻ ആണ്. സൂപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ പോയി നോക്കാം. ഇതും ഒരു മസ്റ്റ് വിസിറ്റ് പവിലിയൻ എന്നാണ് എല്ലാവരും പറയുക. അവരുടെ ബിൽഡിങ്ങിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ആ ഒരു സ്ട്രക്ചർ കാണാൻ. സൗദി അറേബ്യയിൽ ഒരു ചാലഞ്ച് ഉണ്ട്. ഇതിന് നടുവിൽ കൂടെ ഇങ്ങനെ നനയാണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിത്യേശിയും പ്രദീപനൊക്കെ പോകുന്നുണ്ട്. നോക്കാലോ, നനയോ സൂപ്പറായിട്ടുണ്ടല്ലേ ഫൗണ്ടൻ. അങ്ങനെ ഈ ഫൗണ്ടനിൽ നനയാത്തവരൊക്കെ വന്നു വെച്ചാൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. UAEക്ക് ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് പവലിയോൺ ആണ് സൗദി അറേബ്യയുടേത്. അപ്പോൾ ആദ്യം നമ്മൾ ചെന്നെത്തുമ്പോൾ തന്നെ ഒരു എസ്കലേറ്റർ റൈഡാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് സൗദി അറേബ്യ കിങ്ഡമിലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ 2 സൈഡിലുമായിട്ട് കാണാൻ പറ്റും. അവിടെ തന്നെ അവരുടെ ട്രഡീഷണൽ ഡാൻസ് അതൊക്കെ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി കൺസ്ട്രക്ഷൻ തന്നെയാണ്. വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടില്ല, നോക്ക്. വാവ്, ഇത് ആക്ച്വലി നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. സൂപ്പറായിട്ടല്ലേ, നേരിട്ട് കാണാനാണ് സൂപ്പറായിട്ടുള്ളത്. ക്യാമറയിൽ എത്ര എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നേരിട്ട് തന്നെ വരണം. ശരിക്കും ഒരു അമേസിങ് സ്ട്രക്ചറാണ്. കാരണം അതിൽ ഫുൾ 360 ഡിഗ്രി ഒരു പ്രൊജക്ടർ ഇട്ട് ആ ഒരു ലൈറ്റിംഗ് ഒക്കെ വന്നുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അൽവാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ എന്നാണ് അറബിക്കിൽ പറയുക.
അപ്പോൾ ആ ഒരു തീമിലാണ് ഈ ഒരു ഡോം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അൽ വാസിൽ ഡോം ഇവിടെ 3 ഡിസ്ട്രിക്റ്റിനെ കണക്ട് ചെയ്യാനാണ് ഇപ്പോൾ ഉള്ളത്. ഓപ്പർച്യൂണിറ്റി, സസ്റ്റൈനബിലിറ്റി, മൊബിലിറ്റി എന്നുള്ള ഈ 3 ഡിസ്ട്രിക്റ്റ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഇതറിയില്ല അല്ലേ അഞ്ജു? ഇൻസൈഡ് ദ ഡോം, ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുമ്പോഴാണ് ആ ഒരു കംപ്ലീറ്റ് 360 ഡിഗ്രി ആ ഒരു വിഷ്വൽ എഫക്റ്റ് നമുക്ക് അറിയുന്നത്. ഓ, ഇറ്റ്സ് അമേസിംഗ് അല്ലേ? ഞങ്ങൾ അടുത്ത പവലിയോൺ പോവാണ്. അടുത്തത് നമ്മൾ സ്വിറ്റ്സർലൻഡ് പവലിയോൺ പോവാണ്. സ്വിറ്റ്സർലൻഡ് പവലിയോൺ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുടയൊക്കെ തരും അവർ. നമുക്ക് കുട പിടിച്ച് അവിടെ റിഫ്ലക്ഷൻ ഉണ്ടായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. Follow the lines. Please follow the lines to the top. Follow the lines to the top. ഫുൾ ഫോഗാണ്. നമ്മളിങ്ങനെ ലൈറ്റ് നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോവാ. സൂറായിട്ടല്ലേ ചേച്ചി? സൂറായിട്ടല്ലേ? ഇന്നിപ്പോ ശരി. എല്ലാ പവലിയൻസിലും ഇതുപോലെ ഓരോ സ്റ്റോർ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ പ്രോഡക്റ്റ്സ് ഉള്ളത്. ഇതിവിടുത്തെ സ്വിസ് ചോക്ലേറ്റ്സിൻ്റെ സ്റ്റോറാണ്. Yes. And 2 Fairy. Thank you. എക്സ്പോയിൽ നമ്മൾ വരുമ്പോൾ ഇതുപോലെ കുറേ പരേഡൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈവനിങ് ടൈം ആയിരിക്കും ഇതൊക്കെ കുറച്ചും കൂടെ ലൈവ്ലി ആയിട്ട് കാണാൻ പറ്റുക. 5000-ഓളം സോളാർ പാനലുകളുള്ള ഒരു എനർജി ട്രീ, ഒരു സോളാർ ട്രീ ആണ് ഈ കാണുന്നത്. മനോഹരമായിട്ട് ഇവിടെ എക്സ്പോയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അഞ്ജു എങ്ങനെയുണ്ട് എക്സ്പോ? സൂപ്പറാണ്. പക്ഷേ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന കുറച്ച് നല്ല ചെയ്യാൻ പറ്റില്ല. അടിപൊളിയായിട്ട് ഇവിടെ പാസ് തന്നെ നിങ്ങൾ നോക്കി വെച്ചാൽ നമ്മൾക്ക് സ്റ്റാർട്ടിങ് 1 ഡേ പാസ് എന്ന് പറയുന്നത് 95 ദിർഹംസ് ആണ് വരുന്നത്. അതേപോലെ മൾട്ടിപ്പിൾ പാസ് ആണെങ്കിൽ 195 വരും. 195 അത് വന്ന് 3 months. പിന്നെ സീസണൽ പാസ് ഉണ്ട്, ലോങ് ടേം പാസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് പാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 195 കൊടുത്തിട്ട് 30 days പാസ് എടുത്താൽ ഒരു ദിവസം സസ്റ്റൈനബിലിറ്റി, ഒരു ദിവസം മൊബിലിറ്റി, ഒരു ദിവസം ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഓരോ സെൻറ്ററായിട്ട് വരാൻ പറ്റും. ഇല്ലേ ജോ? അതായിരിക്കും റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ. ഒരു ദിവസം എല്ലാം നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിക്കോസ് 190 പവിലിയൻസ് ഉണ്ട്. ഞങ്ങൾ രാവിലെ വന്നിട്ട് ഇപ്പോൾ രാത്രി ഒരു 6:30 ആയി. ഇത്ര നേരം ഞങ്ങൾ ആകെ 7 പവിലിയനെ കണ്ടിട്ടുള്ളൂ. നമുക്കൊരു വൈകിട്ടായിട്ട് വന്നിട്ട് ലേറ്റ് നൈറ്റ് വരെയ്ക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യുക, ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെ എൻജോയ് ചെയ്തിട്ട് എക്സ്പോ കാണാം. എക്സ്പോയിൽ വന്ന് ഞങ്ങൾ ഒരുപാട് പിക്സ് എടുത്തു. എക്സ്പോ മാത്രമല്ല, ദുബായ് ഫുൾ ഞങ്ങൾ വന്ന ശേഷം തൊട്ട് അപ്പോൾ ഒരുപാട് പിക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അതും കണ്ടുനോക്കുക. അപ്പോൾ കാരണം ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ദുബായ് വരുമ്പോൾ നോട്ട് ചെയ്തൊക്കെയുള്ള കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുക. അടുത്ത് ഞങ്ങൾ UK പവലിയോണാണ് പോണത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ തന്നെ. ഈ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് പോയി കാണാം.
ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഷേപ്പിലാണ് UK പവലിയോൺ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് AI കോൺസെപ്റ്റാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ വിസിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു വേർഡ് ഡൊണേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളൊരു വേർഡ് പറഞ്ഞു ഉടനെ അതിൽ നമ്മൾ കമ്പ്യൂട്ടർ AI അൽഗോറിതം വഴി ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. അതൊരു പോയമാണ്, അതായത് AI അൽഗോറിതം തന്നെ ഉണ്ടാക്കുന്ന ഒരു പോയമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക മെസ്സേജായിട്ട്. അതുകൂടാതെ നമ്മൾ പറഞ്ഞ ഓരോ വേർഡും അവിടെ LED ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ പുറത്ത് കാണുന്നത് നമ്മൾ പറഞ്ഞ വേർഡ്സ് ആണ്. നമ്മൾ പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെവിടെ ഉണ്ട് പീസ്? UAE പവലിയൻ്റെ കൺസ്ട്രക്ഷൻ സൂപ്പറായിട്ടുണ്ടല്ലേ, ആ ഒരു കോൺസെപ്റ്റ് സൂപ്പറായിട്ടുണ്ട്. AI എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ മുന്നിൽ ഒരു വേർഡ് ചോദിക്കും, അത് നമ്മൾക്ക് ഇവിടുത്തെ അവർ പറയുമ്പോൾ ഇവിടെ ഒന്ന് റിഫ്ലക്റ്റ് ആകും. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ UK പവലിയൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോകുന്നത് ലക്സംബർഗാണ്. ലക്സംബർഗിൽ ഒരു സ്ലൈഡൊക്കെ ഉണ്ട്, അപ്പം അടിപൊളിയായിരിക്കും, കിഡ്സിനൊക്കെ വന്നതിന് നല്ല ഫണ്ണായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് വരാം നമുക്ക്. എൻ്റെ സ്ട്രക്ചർ തന്നെ നന്നായിട്ട് ലക്സംബർഗിൻ്റെ. ആക്ച്വലി എക്സ്പോ പറഞ്ഞ പോലെ രാത്രി വന്ന് വരുമ്പോഴേ ഈ ലൈറ്റ് എഫക്ട്സ് ഒക്കെ കണ്ട് ആ പവലിയൻ്റെ ഒരു ശരിക്കത്തെ ഒരു പിക്ചറൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് രാത്രി തന്നെ വരണം. ഒരു ഈവനിങ് ആകുമ്പോഴാണ് നമ്മൾക്ക് എല്ലാ ആക്ടിവിറ്റീസും എല്ലാം വരുന്നത്. ടോയൊക്കെ മാവി ബിയേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ഇതൊക്കെ ലക്സംബർഗ് നിന്നയാ. ലക്സംബർഗ് പവലിയണിലുള്ള സ്ലൈഡാണിത്. ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ സ്ലൈഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് ട്രൈ ചെയ്തിട്ട് വരാം. പവലിയോണിലേക്ക് പോവാണ്. അതൊരു ഫാൽക്കൺ വിങ് ഷേപ്പിലാണ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ ഇനി അടുത്തത് അങ്ങോട്ട് പോവാം. ഞാൻ UAEൻ്റെ ട്രഡീഷണൽ ഡാൻസ് നമ്മൾ പവലിയൻ്റെ ഉള്ളിലെത്തി. ഒരു ഡെസേർട്ടിൻ്റെ പോലെയാണ് ഇവർ ഈ പവലിയൻ ചെയ്തിരിക്കുന്നത്. Wow. Welcome to the desert. Oh, real sand, Anju. Real sand. Real sand. Wow. Welcome to the desert. ഡെസേർട്ട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവർ ശരിക്കും ഡെസേർട്ട് ആ സാൻഡ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ അഞ്ചു? അവർ എഴുതിയിരിക്കുന്ന അടിപൊളിയായിരുന്നു. 50 years ago this was all just a dream come true. അല്ലേ അഞ്ചു? ഡെസേർട്ടിൽ നിന്ന് ഇത്രയ്ക്കും ഡെവലപ്മെൻറ്റ് എന്തായാലും അടിപൊളി.
പവലിയോണിലെ ഒരു 4D തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഷോർട്ട് അനിമേഷൻ മൂവി 50 ഇയേഴ്സിന് മുന്നേ ദുബായ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഡെവലപ്പായി എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് മൂവി അവരിടും. അപ്പോൾ നിങ്ങൾ എക്സ്പോ വന്നു കഴിഞ്ഞാൽ UAE പവലിയോൺ എന്തായാലും മിസ് ചെയ്യാനേ പാടില്ല. ഇതൊരു വാട്ടർ ഫൗണ്ടൈൻ ആണ്. ഇവിടെ നന്നായിട്ടുണ്ടാവും. ഇതൊരു ഷോ നന്നായിട്ടുണ്ടാവും. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് പവിലിയൻസിലാണ്ട് കുറേ ഷോസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതും പോയി നോക്കാം നമ്മൾക്ക്. എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എക്സ്പോ 2020 ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു ദിവസം ഫുൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും ഫൺ ഫില്ലിംഗ് ആയിരുന്നു ഇവിടുത്തെ ഓരോ ഇവൻറ്റ്സും ഓരോ പവലിയോണും എല്ലാതും. അപ്പോൾ ദുബായ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എക്സ്പോ മിസ് ചെയ്യാൻ പാടില്ല. കാരണം അത്രയും കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനും. ഒരുപാട് കാഴ്ചകളുമുണ്ട്, ഇവൻറ്റ്സ് ഉണ്ട്, അതേപോലെ മ്യൂസിക്, തീം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാൻ പാടില്ല ദുബായ് വരുമ്പോൾ. ഒരു 6 മാസത്തേക്ക് ഇനി ഇവിടെ എക്സ്പോ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വരികയാണെങ്കിൽ തീർച്ചയായും കാണണം. കുറച്ച് പവലിയോൺ കൂടെ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഓൾമോസ്റ്റ് നൈറ്റായി. അതുകൊണ്ട് കുറച്ച് പവലിയോൺസൊക്കെ ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്തു. ഹംഗറി, ജർമ്മനി, അതുപോലെ ഈജിപ്റ്റ്, അങ്ങനത്തെ കുറേ പവലിയോൺസ് ഉണ്ട് ഇനിയും കാണാൻ. അതല്ലാതെ കുറേ കൺട്രീസ് ഉണ്ട്, അവരുടെ ഓൺ പവലിയോൺസ് ഉണ്ട്. അതല്ലാതെ കുറച്ച് വേറെയും കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ തന്നെ ഒരു 1 മന്തോ 2 മന്തിൻ്റെയൊക്കെ ഒരു പാസ് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ ഈ എക്സ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഷെയർ കൂടെ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്ട് ഫ്രം എക്സ്പോ 2020. ബൈ ബൈ.